ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഇന്ന് നമുക്ക് പ്രശ്നമാർക്ക് 20-ാം അധ്യായത്തിലെ 29 മുതലുള്ള ശ്ലോകങ്ങളാണ് പറയേണ്ടത്. 29-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. ഭാര്യാചിന്തയാണ്, പുരുഷാദം കൊണ്ട് ഭാര്യാചിന്തയാണ് നമ്മൾ 20-ാം അധ്യായം കൊണ്ട് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 29-ാമത്തെ ശ്ലോകം. കളത്രേ ശേരവോ വാപി അഭിഭൃഗു സൗമ്യ നിരീക്ഷിതേ ഗുരുയുക്തേ കളത്രേശേ ധർമ്മശീലാ പതിവ്രത. കളത്രേശാവാരവോ അഭി ഏഴാം ഭാവാധിപനോ ആദിത്യനോ ഭൃഗോ സൗമ്യ നിരീക്ഷിതേ ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടിയുണ്ടാവുകയും കളത്രേശേ ഗുരുയുക്തെ ഏഴാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ യോഗം വരികയും ചെയ്താൽ ധർമ്മശീല പതിവ്രത ഭാര്യ ധർമ്മബോധമുള്ളവളും ആയിരിക്കും. ഏഴാം ഭാവാധിപനോ ആദിത്യനോ ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടിയുണ്ടാവുക. ഏഴാം ഭാവാധിപൻ അപ്പോൾ ഇവിടെ ലഗ്നം കൊണ്ടോ ചന്ദ്രനെ കൊണ്ടോ ഏഴാം ഭാവാധിപന് ആദിത്യനോ ഏഴാം ഭാവാധിപനോ ആദിത്യനോ സൂര്യനോ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ശുക്രൻ്റെയോ ബുധൻ്റെയോ ദൃഷ്ടിയുണ്ടാവുകയും ഏഴാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ യോഗം വരികയും ചെയ്താൽ ഏഴാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ യോഗം വരിക അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനോ ആദിത്യനോ ശുക്രൻ്റെയോ ബുധൻ്റെയോ ദൃഷ്ടിയുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഏഴാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ യോഗം വരികയും ചെയ്താൽ ഭാര്യ ധർമ്മബോധമുള്ളവളും പതിവ്രതയും ആയിരിക്കും. 30-ാമത്തെ ശ്ലോകം. കളത്രാധിപതൗ കേന്ദ്രേ ശുഭഗ്രഹ നിരീക്ഷിതേ ശുഭാംശേ ശുഭരാശോ വാ ഭവേൽ പത്നി പതിവ്രത. കളത്രാധിപതൗ കേന്ദ്രേ ഏഴാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ ശുഭാംശേ ശുഭരാശോ ശുഭനവാംശകത്തിലോ ശുഭരാശിയിലോ ശുഭഗ്രഹ നിരീക്ഷിതേ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയോ നിന്നാൽ പത്നി പതിവ്രത ഭവേൽ ഭാര്യ പതിവ്രതയായിരിക്കും. അപ്പോൾ ഏഴാം ഭാവാധിപന് ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഏഴാം ഭാവാധിപനോ ആദിത്യനോ ശുക്രൻ്റെയോ ബുധൻ്റെയോ ദൃഷ്ടിയുണ്ടാകുക, ഏഴാം ഭാവത്തിന് വ്യാഴത്തിൻ്റെ യോഗം വരിക. അപ്പോൾ ഭാര്യ പതിവ്രതയായിരിക്കും. പിന്നെ പറഞ്ഞത് ഏഴാം ഭാവാധിപൻ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുക, അതുപോലെ തന്നെ ശുഭനവാംശകത്തിലോ ശുഭരാശിയിലോ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയോ നിന്നാൽ ശുഭനവാംശകത്തിലോ ശുഭരാശിയിലോ ശുഭനവാംശകത്തിലോ അല്ലെങ്കിൽ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ഭാര്യ പതിവ്രതയായിരിക്കും. കളത്രേശേരവോ വാപി പാപരാശാംശ സംയുതേ പാപാന്യദേവാ ദൃഷ്ടേ വാ പത്നി പാപപരായണാം. ഏഴാം ഭാവാധിപനോ ആദിത്യനോ പാപയോഗത്തോടോ പാപദൃഷ്ടിയോടോ കൂടി പാപരാശിയിലോ അംശകത്തിലോ നിന്നാൽ ഭാര്യ പാപവൃത്തിയിൽ ആസക്തിയുള്ളവളാണ്. നേരെ തിരിച്ചു പറഞ്ഞു. പതിവ്രത എന്നുള്ളത് രണ്ടും ഏഴാം ഭാവത്തിനോ ആദിത്യനോ ശുഭഗ്രഹ ദൃഷ്ടി ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി ഉണ്ടാവുക, ഏഴാം ഭാവത്തിന് വ്യാഴത്തിൻ്റെ യോഗം വന്നാൽ ഭാര്യ പതിവ്രതയും ധർമ്മബോധമുള്ളവളാണെന്ന് പറഞ്ഞു. ഏഴാം ഭാവത്തിൻ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുക, ശുഭ നവാംശത്തിലോ ശുഭരാശിയിലോ ശുഭഗ്രഹ ദൃഷ്ടിയോട് കൂടി നിന്നാലും ഭാര്യ പതിവ്രതയായെന്ന് പറഞ്ഞു. ഇനി 31-ാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറഞ്ഞത്? നേരെ തിരിച്ചു പറഞ്ഞു. ഏഴാം ഭാവാധിപനോ ശുക്രനോ ആദിത്യനോ പാപയോഗത്തോടോ പാപദൃഷ്ടിയോടോ കൂടി പാപരാശിയിലോ അംശകത്തിലോ നിന്നാൽ ഭാര്യ പാപവൃത്തിയിൽ ആസക്തിയുള്ളവളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പാപന്മാരുടെ യോഗം, ദൃഷ്ടി, പാപരാശിയിലെ അംശകം, ഏഴാം ഭാവാധിപന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദിത്യനും വന്നു കഴിഞ്ഞാൽ ഭാര്യ പാപവൃത്തിയിൽ ആസക്തിയുള്ളവളാണ്. സരാഹുരേതോ മതഭേന്യസക്ത പാപേക്ഷിതേ പാപപരാസുശീല ക്രൂരാംശകേ ഭർതൃവിഷപ്രദാസ്യ ലോകാപവാദാനിതർക്കശീല. 32-ാമത്തെ ശ്ലോകം. സരാഹുകേതോ മതഭേന്യസക്ത രാഹുകേതുക്കൾ നിൽക്കുന്ന ഏഴാം ഭാവം പാപദൃഷ്ടിയോടുകൂടിയും പാപേക്ഷിതേ പാപപരാസുശീല പാപദൃഷ്ടിയോടുകൂടിയും ഭാവസ്ഫുട നവാംശം പാപഗ്രഹത്തിൻ്റെ രാശിയിലുമായാൽ ഭാര്യ പരപുരുഷാസക്തിയുള്ളവളും പാപവൃത്തിയിൽ താല്പര്യമുള്ളവളും സൗശീല്യ ഗുണമില്ലാത്തവളും ക്രൂരാംശകേ ഭർതൃവിഷപ്രദ ഭർത്താവിന് വിഷം കൊടുക്കുന്നവളും സ്യാലോകാപവാദ ജനങ്ങളുടെ അപവാദമേൽക്കുന്നവളും തർക്കിക്കുന്ന സ്വഭാവമുള്ളവളും ആയിരിക്കും.
രാഹുകേതുക്കൾ നിൽക്കുന്ന ഏഴാം ഭാവം. അപ്പോൾ ഏഴാം ഭാവത്തിൽ രാഹുകേതുക്കൾ നിൽക്കുക. പാപദൃഷ്ടിയോടുകൂടിയും ഭാവസ്ഫുട നവാംശകം, അതിൻ്റെ അംശകവും പാപഗ്രഹത്തിൻ്റെ രാശിയിലുമാവാം. അങ്ങനെയെങ്കിൽ ഭാര്യ പരപുരുഷ ശക്തിയുള്ളവളും പാപപ്രവൃത്തിയിൽ താല്പര്യമുള്ളവളും സ്വശീല ഗുണമില്ലാത്തവളും ഭർത്താവിന് വിഷം കൊടുക്കുന്നവളും ജനങ്ങളുടെ അപവാദമേൽക്കുന്നവളും തർക്കിക്കുന്ന സ്വഭാവമുള്ളവളും ആയിരിക്കുന്നതാണ്. അപ്പോൾ രാഹുകേതുക്കൾ ഏഴാം ഭാവത്തിൽ നിന്നിട്ട് പാപയോഗം പാപദൃഷ്ടി ഉണ്ടാവുക, അതിൻ്റെ അംശകവും പോയിട്ട് പാപരാശിയിൽ നിൽക്കുക രാഹുകേതുക്കളുടെ. അങ്ങനെയെങ്കിലാണ് ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞത്. പരപുരുഷാസക്തി, പാപപ്രവൃത്തിയിൽ താല്പര്യം, സൗശീല്യ ഗുണമില്ലാത്തവൾ, ഭർത്താവിന് വിഷം കൊടുക്കുന്നവൾ, ജനങ്ങളുടെ അപവാദം കേൾക്കുന്നവൾ, തർക്കിക്കുന്ന സ്വഭാവമുള്ളവൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രാഹുകേതുക്കൾക്ക് പാപയോഗം പാപദൃഷ്ടി വരിക. രാഹുകേതുക്കളുടെ അംശകവും പാപരാശികളിൽ വന്നാലുള്ള ഫലം വരുന്നത്. ഏഴാം ഭാവത്തിൽ രാഹുകേതുക്കൾ നിൽക്കാം. 33-ാമത്തെ ശ്ലോകം. ശുക്രേ കളത്രേ സതി കാമുക സ്യാൽ സ്വദാരസക്തോ അന്യശുഭഗൃഹേഷു ബാഹ്യേഷു നാരീഷു കുജേ അർക്കപുത്രേ കുസ്ത്രീഷു സക്തോ അന്യകളത്രകേ അർക്ക. ശുക്രേ കളത്രേ സതി കാമുക. ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകനും, അന്യശുഭഗ്രഹേഷു മറ്റു ശുഭഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ സ്വദാരസക്ത തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും, കുജേ ബാഹ്യീഷു നാരീഷു കുജൻ നിന്നാൽ ബഹുസ്ത്രീ സക്തനും, അർക്കപുത്രേ കുസ്ത്രീഷു ശനി നിന്നാൽ നീചസ്ത്രീ തൽപരനും, അർക്കേ അന്യകളത്രകെ സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കും. ഈ യോഗങ്ങൾ ഭാര്യയെ സംബന്ധിച്ച് പുരുഷജാതത്തിൽ നിന്നും ചിന്തിക്കുന്നത് പോലെ ഭർത്താവിനെ സംബന്ധിച്ച് സ്ത്രീജാതത്തിൽ നിന്നും ചിന്തിക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള യോഗങ്ങളൊക്കെ സ്ത്രീജാതകത്തിൽ നിന്നും ചിന്തിക്കാം. അപ്പോൾ പുരുഷൻ്റെ സ്വഭാവം, ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയായിരിക്കും. പുരുഷജാതത്തിൽ നിന്ന് ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും എന്ന് പറയാം. അപ്പോൾ ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകനും, മറ്റു ശുഭഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും, കുജൻ നിന്നാൽ ബഹുസ്ത്രീ സക്തനും, ശനി നിന്നാൽ നീചസ്ത്രീ തൽപരനും, സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കുന്നതാണ്. ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ ഏഴിൽ നിന്നാൽ എങ്ങനെയുള്ള ഫലങ്ങളാണെന്നാണ് പറഞ്ഞത്. ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകൻ, മറ്റു ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തി. അപ്പോൾ ഏഴിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും, കുജനാണ് നിൽക്കുന്നതെങ്കിൽ ബഹുസ്ത്രീ സക്തനും, മറ്റു ധാരാളം സ്ത്രീകൾ താല്പര്യനായിട്ടിരിക്കുക. ശനി നിന്നാൽ നീചസ്ത്രീ തൽപരനും, സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കും. ഈ യോഗങ്ങൾ ഭാര്യയെ സംബന്ധിച്ച് പുരുഷജാതകത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പോലെ ഭർത്താവിനെ സംബന്ധിച്ച് സ്ത്രീജാതകത്തിൽ നിന്നും ചിന്തിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ യോഗങ്ങളെല്ലാം സ്ത്രീജാതകത്തിൽ നിന്നും ഭർത്താവ് എങ്ങനെയുള്ള സ്വഭാവമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി 34-ാമത്തെ ശ്ലോകം. ലഗ്നാധിപസ്യ സുഹൃദത്ര കളത്ര പശ്ചേത് ഭാര്യാച തൽകുലഭവ അഭിമിത്രഭൂത തദ്വദ്ദി പുര്യാദി വിലഗ്നപതേർമദേശോ ഭാര്യാച തൽകുലഭവ അഭിവൈരിണ്ണ സ്യൂ. ഇഹ കളത്രഭ ലഗ്നാധിപസ്യ സുഹൃത് ചേൽ. ഇവിടെ ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ബന്ധുവായാൽ, ഭാര്യാച തൽകുലഭവ ഭാര്യയും ആ വംശത്തിലുള്ളവരും, അഭിമിത്രഭൂത ബന്ധുക്കളായും, തദ്വത് മദേശ വിലഗ്ന അപ്രകാരം ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ശത്രുവാണെങ്കിൽ, ഭാര്യാജ തൽകുലഭവ അഭി വൈരിണ സ്യു ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളായിത്തീരും. ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞത്. ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ബന്ധുവായാൽ ഭാര്യയും ആ വംശത്തിലുള്ളവരും ബന്ധുക്കളായും, ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ശത്രുവാണെങ്കിൽ ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളായിട്ട് തീരുന്നതാണ്. അപ്പോൾ ശത്രു മിത്രം സമൻ ഈ ഇത് നോക്കുക. ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ബന്ധുവായാൽ, ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ബന്ധുവാണെങ്കിൽ ഭാര്യയും ആ വംശത്തിലുള്ളവരും ബന്ധുക്കളും, ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ ശത്രുവാണെങ്കിൽ ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളും ആയിരിക്കും. തിരിച്ചും ചിന്തിക്കാം. സ്ത്രീയുടെ ജാതകത്തിൽ നിന്നും ഭർത്താവിൻ്റെ കുടുംബം എങ്ങനെയുണ്ടെന്നും ചിന്തിക്കാം. ഇവിടുത്തെ ശ്ലോക വ്യാഖ്യാനം അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.